ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ലേറ്റസ്റ്റ് ആയി റിലീസ് ചെയ്ത ഡബിൾ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ വിഷമിച്ചുകൊണ്ട് റോഡിലൂടെ കാർ ഓടിച്ചു വരുന്ന നമ്മുടെ നായികയായിട്ടുള്ള ഹേമയെയാണ് കാണിക്കുന്നത്. എന്നാൽ കുറച്ചു ദൂരം പോയതിനു ശേഷം ഹേമയുടെ കയ്യിൽ നിന്നും കാറിന്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ട് ആ കാർ ഒരു 2 വീലറിൽ ചെന്നിടിക്കുന്നു. ആ 2 വീലർ ഓടിച്ചിരുന്ന വ്യക്തിയുടെ പേരാണ് റോഷൻ. വേഗത്തിലുള്ള ഇടിയായതുകൊണ്ട് റോഷനെ നാട്ടുകാർ വേഗം തന്നെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ വിവരം അറിഞ്ഞ് നായികയും തൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയതുകൊണ്ട് റോഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു. എന്നാൽ ഈ സമയം റോഷനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരോട് കൈയൊടിഞ്ഞ വിഷമത്തിൽ ആ കാർ ഓടിച്ചിരുന്ന സ്ത്രീയെ കയ്യിൽ കെട്ടുകയാണെങ്കിൽ തല്ലിക്കൊല്ലുമെന്ന് തമാശ രൂപേണ അവരോടായി പറയുന്നു. എന്നാൽ ഇതേ സമയം റോഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ നായികയായിട്ടുള്ള ഹേമ ആ റൂമിലേക്ക് കയറി വരുന്നു. ഹേമ തെറ്റ് തൻ്റെ ഭാഗത്താണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് റോഷനോട് അവിടെ വെച്ച് മാപ്പെല്ലാം പറയുന്നു. കൈയൊടിഞ്ഞതും ബോഡി പെയിനും കാരണം വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള റോഷനെ കണ്ട് നായിക റോഷനെ കൂട്ടിക്കൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലെല്ലാം കൊണ്ടാക്കുന്നു. നായികയുടെ ഈ പെരുമാറ്റമെല്ലാം കണ്ട് പാവം തോന്നിയ റോഷൻ ഇനി ഈ ആക്സിഡന്റിനെ പറ്റി ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്നുമെല്ലാം അവളോടെ പറയുന്നു. അവിടെയൊക്കെ ചെയ്ത് വീട്ടിൽ റിലാക്സ് എല്ലാം ചെയ്തിരിക്കുന്ന നായികയെയാണ് കാണിക്കുന്നത്. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയി നായികയെ കോൾ ചെയ്തുകൊണ്ട് റോഷനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയി അവനെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഡോക്ടർ അവരോട് റോഷൻ്റെ വലത് കൈയുടെ ടിഷ്യൂസിനെല്ലാം ഡാമേജ് ഉണ്ടെന്നും അതുകൊണ്ട് നല്ലപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡും നല്ലപോലെ റെസ്റ്റ് എല്ലാം എടുത്താലേ കൈ എത്രയും പെട്ടെന്ന് റെഡിയാവുകയുള്ളൂ എന്നുമെല്ലാം നായികയുടെ മുമ്പിൽ വെച്ച് റോഷനോട് പറയുന്നു. ഡോക്ടറെ കണ്ട് തിരിച്ചു പോകുന്ന സമയം റോഷൻ ഒരു കടയിൽ കയറി ഒരുപാട് പാക്കറ്റ് മാഗി എല്ലാം വാങ്ങുന്നത് കണ്ട് നായിക എന്തിനാണ് നീ ഇത്രയും മാഗി എല്ലാം മേടിക്കുന്നത് എന്നുമെല്ലാം അവനോട് ചോദിക്കുന്നു. എന്നാൽ ഇത് കേട്ട റോഷൻ തനിക്ക് പാചകം ചെയ്യാനൊന്നും അറിയില്ല എന്നും പിന്നെ കൈയൊടിഞ്ഞത് കൊണ്ട് പുറത്തുപോയി ഫുഡ് കഴിക്കാൻ പോലും ഇപ്പോൾ സാധിക്കില്ല എന്നുമെല്ലാം നായികയോട് പറയുന്നു. അന്ന് ഈവനിങ്ങിൽ വീട്ടിൽ തനിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന നായിക റോഷൻ്റെ പ്രശ്നമെല്ലാം ഓർത്ത് അവന് വേണ്ട ഫുഡെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അതുമായി നേരെ അവൻ്റെ ഫ്ലാറ്റിലേക്ക് വരുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിച്ചതിൻ്റെ പേരിൽ റോഷന് വളരെയധികം സന്തോഷമെല്ലാം ആവുന്നു. അതിനുശേഷം ഇരുവരും ഇടയ്ക്കിടയ്ക്ക് പാർക്കിലും ബീച്ചിലും റെസ്റ്റോറൻറ്റിലും എല്ലാം ചെന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം റോഷൻ്റെ ഫ്ലാറ്റിൽ വെച്ച് രണ്ടുപേരും കൂടി ചെസ് എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം റോഷൻ നായികയോട് വളരെയധികം ക്ലോസ് ആയിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇതൊട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന നായിക റോഷന്റെ മുഖത്തടിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവിടെ കച്ചത് റോഷനുമായിട്ടുള്ള പ്രശ്നമെല്ലാം കഴിഞ്ഞ ശേഷം നേരെ തൻ്റെ വീട്ടിലേക്ക് വരുന്ന നായികയെയാണ് കാണിക്കുന്നത്. ആ സമയം വീട്ടിൽ വിഷമിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയും അവിടെ കാണാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് നായിക മാരീഡ് ആണ് എന്ന കാര്യമെല്ലാം വ്യക്തമാക്കുന്നത്. നായികയുടെ ഭർത്താവിൻ്റെ പേരാണ് അലക്സ്. അവിടെ കച്ചത് 1 വർഷം മുമ്പ് നായികയുടെ പെണ്ണുകാണലാണ് കാണിക്കുന്നത്. അലക്സ് പെണ്ണുകാണൽ ചടങ്ങിനും കല്യാണത്തിനുമൊന്നും നായികയോട് പ്രത്യേകിച്ച് ഒരു ഇൻട്രസ്റ്റ് പോലും കാണിച്ചിരുന്നില്ല. അവൻ്റെ മുഖത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും നായികയ്ക്ക് അലക്സിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവിടെയൊക്കെ ചെയ്ത് അവരുടെ കല്യാണമെല്ലാം എല്ലാവരുമായി ഗ്രാൻഡായി ആഘോഷിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കല്യാണമെല്ലാം കഴിഞ്ഞ ശേഷം അന്ന് രാത്രി നായിക കുടിക്കാനുള്ള വെള്ളവുമെല്ലാമായി നേരെ തൻ്റെ മണിയറയിലേക്ക് കയറി ചെല്ലുന്നു. എന്നാൽ ഈ സമയം അലക്സ് നായികയ്ക്ക് വലിയ മൈൻഡൊന്നും കൊടുക്കാതെ അവൻ്റെ ഫോണിൽ ആരെയോ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. നായിക അലക്സിനെ ബെഡിലേക്ക് വിളിച്ചു വരുത്തുന്നു. എന്നാൽ ആ സമയം ഒരു കോൾ വന്ന ഉടൻ തന്നെ അവൻ നായികയെ ഒറ്റയ്ക്കിരുത്തിക്കൊണ്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ തൻ്റെ ഓഫീസിലെ സ്റ്റാഫായിട്ടുള്ള സോഫിയോടൊപ്പം റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അലക്സിനെയാണ് കാണിക്കുന്നത്. രാത്രി മുഴുവൻ സോഫിയോടൊപ്പം സമയമെല്ലാം ചെലവഴിച്ചതുകൊണ്ട് അലക്സ് വീട്ടിലെത്തിയ ഉടൻ തന്നെ തൻ്റെ റൂമിൽ കയറി വാതിലടച്ച് അവിടെ കിടന്നുറങ്ങുന്നു. അലക്സിൻ്റെ ഈ രീതിയെല്ലാം കണ്ട് ദേഷ്യം വന്ന അവൻ്റെ ചേച്ചി അവനോട് നായികയെ മര്യാദയ്ക്ക് നോക്കാത്തതിൻ്റെ പേരിൽ അവനെ വഴക്കെല്ലാം പറയുന്നു. എല്ലാവരും ഒരേപോലെ പറയുന്നത് കേട്ട് അലക്സ് ആ രാത്രി നായികയും കൂട്ടിക്കൊണ്ട് പുറത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായി പോകുന്നു. അലക്സ് സോഫിയുമായി ചാറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവൻ നായികയോട് അവൾക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ അവനും ഓർഡർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ ആ ഫുഡ് കഴിച്ച് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വന്ന അലക്സ് അത് റെസ്റ്റോറൻ്റ് ആണ് എന്ന് പോലും നോക്കാതെ അവിടെ വെച്ച് ഷൗട്ട് ചെയ്യുന്നു. ഇതിൽ നായികയ്ക്ക് വളരെയധികം വിഷമമെല്ലാം ആവുന്നു. അങ്ങനെ കല്യാണത്തിന് വന്ന കുടുംബക്കാരും വീട്ടുകാരുമെല്ലാം ആ വീട്ടിൽ നിന്നും അവരുടെ വീടുകളിലേക്ക് പോകുന്നു. അതോടെ പിന്നീട് ആ വലിയ വീട്ടിൽ അലക്സും നായികയും മാത്രമായിട്ടുള്ള ഒരു ജീവിതമായി മാറുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായിക അലക്സിന് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തു വെച്ച ശേഷം ആ രാത്രി അവരെയും കാത്തിരിക്കുന്നു. എന്നാൽ അലക്സ് ഓഫീസിലെ വർക്കെല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ തൻ്റെ കാമുകിയായിട്ടുള്ള സോഫിയയും കൂട്ടിക്കൊണ്ട് പുറത്ത് ഡിന്നറെല്ലാം കഴിക്കാൻ വേണ്ടി പോകുന്നു. ഡിന്നറെല്ലാം കഴിഞ്ഞ് തൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയം നായിക തന്നെയും കാത്തിരുന്ന് ഉറങ്ങിപ്പോകുന്നത് കണ്ട് അലക്സിന് ചെറുതായിട്ടെല്ലാം വിഷമമെല്ലാം
തോന്നുന്നു. അലക്സിനെ കണ്ടതും നായിക താൻ പ്രിപ്പയർ ചെയ്തു വെച്ച ഫുഡെല്ലാം എടുത്ത് അവന് വിളമ്പിയെല്ലാം കൊടുക്കുന്നു. എന്നാൽ അവൻ പുറത്തുനിന്ന് കഴിച്ചു വന്നതായതുകൊണ്ട് അതിൽ ഒരു തരത്തിലുള്ള ഇൻട്രസ്റ്റും കാണിക്കാതെ നേരെ തന്റെ റൂമിലേക്ക് പോകുന്നു. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡെല്ലാം തന്റെ ഭർത്താവ് കഴിച്ചു നോക്കാതെ പോയത് കണ്ട് തന്റെ ഈ പ്രശ്നങ്ങളെല്ലാം അപ്പോൾ തന്നെ അമ്മയെ വിളിച്ചറിയിക്കുന്നു. അവിടെ കച്ചിത് അലക്സിന് വേണ്ട ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് അലക്സിനെ ഓഫീസിൽ പോയി മീറ്റ് ചെയ്യാൻ ചെല്ലുന്ന നായികയാണ് കാണിക്കുന്നത്. എന്നാൽ നായിക അലക്സിന്റെ ക്യാബിനിലേക്ക് കയറുന്ന സമയം അലക്സും സോഫിയയും കൂടി റൊമാൻസ് എല്ലാം ചെയ്യുന്നത് കണ്ട് അവൾക്ക് മൊത്തത്തിൽ ഷോക്കാവുന്നു. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഫുഡെല്ലാം അവിടെ ഇട്ടുകൊണ്ട് കാറും എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോഴാണ് നമുക്ക് ആ പോക്കിനിടയിലാണ് റോഷനുമായിട്ടുള്ള ആക്സിഡന്റ് എല്ലാം ഉണ്ടാവുന്നത് എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവിടെ കച്ചിത് പ്രസന്റിൽ വിഷമിച്ചിരിക്കുന്ന അലക്സിനോട് കാര്യം എന്താണെന്ന് തിരക്കുന്ന നായികയാണ് കാണിക്കുന്നത്. അവിടെ കച്ചിത് അലക്സിന്റെ ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. അലക്സ് ഒരു റിയൽ എസ്റ്റേറ്റ് ഡീലിന് വേണ്ടി കാരമ്പക്കത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ആ സമയം സോഫിയ അലക്സിനെ കോൾ ചെയ്തുകൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അലക്സ് താൻ ഒരു ഇമ്പോർട്ടന്റ് മീറ്റിംഗിന് വേണ്ടി പോവുകയാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കോൾ എല്ലാം കട്ട് ചെയ്യുന്നു. എന്നാൽ കോൾ കട്ട് ചെയ്ത ഉടൻ തന്നെ ആ ഏജന്റ് അലക്സിനെ കോൾ ചെയ്തുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തു എന്ന കാര്യമെല്ലാം പറയുന്നു. അലക്സ് സോഫിയയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ ആ ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു. എന്നാൽ റൂമിൽ കയറി അലക്സ് സോഫിയയും അവരുടെ ജിം ട്രെയിനറായിട്ടുള്ള സാമും കൂടി റൊമാൻസ് എല്ലാം ചെയ്ത ശേഷം അവിടെ കിടക്കുന്നത് കണ്ട് അവൻ മൊത്തത്തിൽ ഞെട്ടുന്നു. അലക്സിന് സോഫിയ ഇത്രയും കാലവും തന്നെ ചതിക്കുകയായിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു. പ്രസന്റിൽ അലക്സ് നായികയോട് ഇത്രയും കാലവും അവളോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പെല്ലാം പറയുന്നു. ഇരുവരും പരസ്പരം അവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത ശേഷം രണ്ടുപേരും കൂടി അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു. അവിടെ കച്ചിത് ഈ കാര്യമെല്ലാം റോഷനോട് പറയാൻ ചെന്നിരിക്കുന്ന നായികയാണ് കാണിക്കുന്നത്. വിവരങ്ങളെല്ലാം പറഞ്ഞ റോഷൻ നായികയ്ക്ക് താനൊരു ടൈം പാസ് ആയിരുന്നു എന്ന കാര്യമെല്ലാം ഓർത്ത് വളരെയധികം സങ്കടപ്പെടുന്നു. അവിടെയൊക്കെ ചെയ്ത് നായികയും അലക്സും കൂടി വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫെല്ലാം ലീഡ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി റോഷൻ നായികയെ കോൾ ചെയ്തുകൊണ്ട് അവളോട് രാത്രി പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. നായിക പുറത്തേക്ക് വരാത്തത് കണ്ട് റോഷൻ നേരെ ആ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. റോഷൻ തനിക്ക് ചെറുപ്പത്തിൽ തന്നെ തൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു പോയെന്നും അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്കിടയിൽ കുറച്ച് വാത്സല്യം ലഭിച്ചത് നായികയുടെ കയ്യിൽ നിന്നുമാണ് എന്നുമെല്ലാം നായികയോട് പറയുന്നു. നായിക റോഷനോട് അവളുടെ ഭർത്താവ് എണീക്കുന്ന മുമ്പായി അവിടെ നിന്നും തിരിച്ചു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ റോഷനോട് എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൻ നായികയില്ലാതെ അവിടെ നിന്നും പോകില്ല എന്ന സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇവരുടെ ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് അലക്സ് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. റോഷനെ കണ്ടതും പിന്നീട് അലക്സും റോഷനും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. അങ്ങനെ ഫൈറ്റിനൊടുവിൽ ഒരു ആക്സിഡന്റിൽ അലക്സ് അവിടെ വെച്ച് കൊല്ലപ്പെടുന്നു. ഇത് കണ്ട റോഷൻ ഇനി ആ നാട്ടിൽ നിന്നാൽ അവർ പിടിക്കപ്പെടുമെന്നും അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കുമായി ഈ നാട്ടിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നായികയോട് പറയുന്നു. അവൻ നായികയെ ആ വീട്ടിലാക്കിക്കൊണ്ട് അവൻ്റെ പാസ്പോർട്ടെല്ലാം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. കുറേ നേരമായിട്ടും അവൻ തിരിച്ചു വരാത്തത് കണ്ട് നായിക കാറുമെല്ലാം എടുത്ത് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ നായികയുടെ കാർ ഒരു സ്ഥലത്ത് വെച്ച് ബ്രേക്ക് ഡൗൺ എല്ലാം ആവുന്നു. എന്നാലും നായിക ഒരുവിധം അവൻ്റെ ഫ്ലാറ്റിലേക്ക് എത്തുന്ന സമയം റോഷൻ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോയി എന്ന കാര്യമെല്ലാം നായിക മനസ്സിലാക്കുന്നു. ഇത് കണ്ട നായിക ആ റോഡിലൂടെ നടന്നു വരുന്ന സമയം പെട്ടെന്ന് തലചുറ്റി താഴെ വീഴുന്നു. അവിടെ കച്ചിത് കുറെ സ്വാമിമാരെല്ലാം കൂടി നായികയെ എഴുത്തി പൂജ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. നായിക ആ സ്വാമിമാരോട് അവരുടെ ഭർത്താവിനെ തിരിച്ചു തരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു. നായിക തന്റെ ആവശ്യം പറഞ്ഞ ഉടൻ തന്നെ സ്വാമി കുറച്ച് പൊടിയെല്ലാം എടുത്ത് നായികയുടെ മേലെ എറിയുന്നു. അവിടെ കച്ചിത് ഫ്ലാഷ് ബാക്കിൽ അവരുടെ ഫൈറ്റ് സീനാണ് കാണിക്കുന്നത്. ഫൈറ്റിനിടയിൽ റോഷൻ അലക്സിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന സമയം നായിക അവിടേക്ക് വന്നുകൊണ്ട് റോഷനെ തട്ടിമാറ്റിക്കൊണ്ട് അലക്സിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. ഇതോടെ അലക്സ് ലൈഫിലേക്ക് വരുന്നതും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നു. കുറച്ച് ലോജിക് എല്ലാം മാറ്റിവെച്ചാൽ മാത്രമേ ഈ മൂവി പ്രോപ്പറായി ആസ്വദിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.